ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഈ ഷോറൂമിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോസിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഷോറൂം എറണാകുളം നഗരത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും കാണപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ ഷോറൂം നിലനിൽക്കുന്നത്. അതായത് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ഷോറൂം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഷോറൂമിലേക്ക് വരുന്നുണ്ട്. ഈ ജില്ലക്കാർക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് നല്ല നല്ല യൂസ്ഡ് കാറുകൾ കിട്ടാൻ ഇടയായിട്ടുള്ള ഷോറൂം കൂടിയാണ്. പക്ഷെ ഞാൻ യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ജില്ലക്കാർക്ക് മാത്രം നല്ല വാഹനം കിട്ടിയാൽ മതിയോ? പോരാ. നമ്മുടെ വീഡിയോസ് കാണുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകൾക്കും നല്ല നല്ല യൂസ്ഡ് കാറുകൾ കിട്ടണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് പരമാവധി എത്തിക്കുന്നത്, ഈ ഷോറൂമിൻ്റെ വീഡിയോ. പിന്നെ ചില ഒട്ടുമിക്ക തിരഞ്ഞെടുക്കപ്പെടുന്ന വാഹനങ്ങൾക്ക് ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല വിലക്കുറവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് വാഹനങ്ങൾ, എന്താണ് ഇപ്പോഴത്തെ റേറ്റ്, ഏതൊക്കെ വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി തരാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി. നല്ല വെയിലാണ്, ഒടുക്കത്തെ വെയിൽ, നല്ല ചൂടാണ്. ഇത്രയും റിസ്ക് എടുത്തിട്ട് ഒരു വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നല്ല നല്ല വാഹനങ്ങൾ കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ചെയ്യുന്നതിലൂടെ ഈ ഷോറൂമുകാർക്ക് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടണം. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെയിൽ ആറാൻ നിൽക്കാതെ ഈ വാഹനങ്ങളെല്ലാം തന്നെ പരമാവധി കവർ ചെയ്യാൻ വേണ്ടി ഈ സമയത്ത് വീഡിയോ ചെയ്തതിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, വിശദമായി ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോറൂമിലത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഷോറൂം മാനേജർ ആയിട്ടുള്ള നിതിൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? നമുക്ക് മാക്സിമം നല്ലൊരു എൻക്വയറീസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. മിനിമം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും നല്ല രീതിയിലുള്ള എൻക്വയറീസ് വന്നിരുന്നു. അതിൽ മിനിമം ഒരു 15% അല്ലെങ്കിൽ 15 വെഹിക്കിൾസ് നമുക്ക് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റി. അതാണ് നമുക്ക് ഇതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടായത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ 100%ഉം എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഫിനാൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. അത് ഏത് ജില്ലയിലായാലും നമുക്ക് ഇഷ്യൂസ് ഇല്ല. നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തായാലും എവിടെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾ കേരള എവിടെയാണ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോസ് കാണുന്ന കേരളത്തിൽ പല ഭാഗത്തുനിന്ന് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു ഷോറൂമിലത്തെ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. ഇവർക്ക് കേരളത്തിൽ ഉടനീളം എല്ലായിടത്തും ഉണ്ട്. അതെ, നമുക്ക് എല്ലായിടത്തും ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഷോറൂം ആ വഴി നിങ്ങൾ തൊട്ടടുത്ത ഷോറൂം വഴി ഡെലിവറി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഹോം ഡെലിവറി അവൈലബിൾ അല്ലേ? അതെ, ഹോം ഡെലിവറി, ഓൾ കേരള ഹോം ഡെലിവറി. നിങ്ങൾ കേരളത്തിൽ എവിടെ ഇരുന്ന് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിലും അവിടെ വാഹനം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങൾക്ക് വരാൻ പറ്റുന്നൊരു മാക്സിമം വന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വണ്ടി വീട്ടിലെത്തിക്കണമെങ്കിൽ അതൊക്കെ ഇവർ ചെയ്തു തരും. ഓൾ കേരള ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. നമുക്ക് എല്ലായിടത്തും വാലറ്റേഴ്സ് ഉണ്ട്. ഏത് ലൊക്കേഷൻ ആണെങ്കിലും വാലറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇവിടുന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് വാറണ്ടി, അതുപോലെ സർവീസും. അതെ, 1 year വാറണ്ടി ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ 7 yearsനുള്ള വണ്ടികൾക്ക് 1 year വാറണ്ടി അല്ലെങ്കിൽ 6 months ഇതുണ്ട്, വാറണ്ടീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം മാരുതി വണ്ടി തന്നെയല്ല, വേറെ മൾട്ടി മോഡൽ വണ്ടി ആയാലും ഇപ്പോൾ വേറെ ഏത് ബ്രാൻഡിന്റെ വണ്ടി ആയാലും വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം നോക്കി കഴിഞ്ഞാൽ നമ്മൾ 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് വാറണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഈ ഒരു മാസം ഒരുപാട് നല്ല നല്ല വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ കറക്റ്റ് മാമംഗലമാണ്. മാമംഗലം റിനൈ മെഡിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ 502. ആ റിനൈ മെഡിസിറ്റി പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോറൂം ഉള്ളത്. അപ്പോൾ മാക്സിമം ആളുകൾ വന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഉണ്ടാവും. ഇനിയിപ്പോൾ ഷോറൂമിലേക്ക് വന്നിട്ട് നിങ്ങൾ തിരയുന്ന വാഹനം ഇല്ലെങ്കിൽ ഇവരുടെ ലിസ്റ്റിൽ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അറൗണ്ട് ഒരു 275 വെഹിക്കിൾസ് തന്നെ സ്റ്റോക്ക് ഉണ്ട്. ഈ ജില്ലയിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഇവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് ഓരോരോ വാഹനങ്ങളായിട്ടൊന്ന് പരിചയപ്പെട്ടല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ 2023 മോഡൽ സെലീരി ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. കിലോമീറ്റർ 10,000 ആകെ ഓടിയിട്ടുള്ളൂ. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. നമുക്ക് 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേ വിശ്വാസത്തോടുകൂടി നമുക്ക് വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടാവും. എക്സ്റ്റൻഡ് വാറണ്ടി വേറെ പ്ലസ് ട്രൂവാലിന്റെ 1 year വാറണ്ടിയും കിട്ടും. അതായത് കമ്പനിയിൽ നിന്ന് ഇവർ എക്സ്റ്റൻഡ് വാറണ്ടി ഓൾറെഡി ഇതിന്റെ ഓണർ എടുത്തിട്ടുണ്ട്. അതിന് പുറമെ 1 വർഷത്തെ കൂടി ട്രൂ വാല്യൂ വാറണ്ടി കിട്ടും അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഇപ്പോൾ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, അതേപോലെ തന്നെ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ സെൻസർ, ക്യാമറ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. വണ്ടി പിന്നെ നല്ല ക്വാളിറ്റിയിലെ ലെതറിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ. നമ്മളൊരു പുതിയ വണ്ടി എടുക്കണമെങ്കിൽ മിനിമം ഒരു 25,000-30,000 നമ്മൾ എക്സ്ട്രാ ഇറക്കേണ്ടി വരും. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇത് സ്പോയിലറൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ സ്പോയിലർ വരുന്നുണ്ട്. സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഡീഷണൽ ഏകദേശം ഒരു 40,000-45,000 ആക്സറീസ് തന്നെ വണ്ടിയിലുണ്ട്. അത്യാവശ്യം ഒരുപാട് പൈസക്ക് ഇറക്കിയിട്ടുണ്ട് ഓണർ. പിന്നെ ഇതിനിപ്പോ നിങ്ങൾ മുൻപ് ചോദിച്ചിരുന്ന വില എത്രയാണ്? 585 റേഞ്ച് ആയിരുന്നു വണ്ടിയുടെ പ്രൈസ് വന്നിരുന്നത്. 580. നമുക്കിപ്പോ ഡിസ്കൗണ്ടഡ് ആയിട്ട് നമുക്ക് 565 റേഞ്ചിൽ നമുക്ക്
ചെയ്യാൻ പറ്റും. 20,000 രൂപ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള യൂസറാണ്. 20,000 രൂപ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട്. അടുത്ത മാസത്തോട്ട് പോവുകയാണെങ്കിൽ നോർമൽ പ്രൈസ് വീണ്ടും വരും. കാരണം വണ്ടിക്ക് വില കൂടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാ വാഹനങ്ങൾക്കും വില കൂടും. അപ്പോൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. 1 year വാറണ്ടി അല്ലേ ഉള്ളത്? 1 year വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട്. ഡിസ്കൗണ്ട് സൈഡിൽ നല്ലൊരു സാൻഡ്രോ, ഹ്യുണ്ടായുടെ സാൻഡ്രോ ഇപ്പം നിലവിൽ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാമംഗലം ഷോറൂം, ട്രൂ വാല്യൂ ഷോറൂമിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഫെബ്രുവരി മാസം വാഹനം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2019 മോഡലാണ്. സാൻഡ്രോ മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. മാഗ്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. 29,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ സർവീസുള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നമുക്കിപ്പോൾ പറഞ്ഞ ഒരു വാഗണാർ ഒക്കെ നോക്കുന്ന കസ്റ്റമേഴ്സിന് ആ ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ്. നല്ല ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ്. കാരണം AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ഇതിനും 1 വർഷം വാറണ്ടി നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ്. അത് ബ്രാൻഡ് വാഹനമായതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിപ്പോ നമ്മള് ഇട്ടിരുന്ന പ്രൈസ് 370 ആയിരുന്നു. 3,70,000 ഇട്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഓഫർ പ്രൈസിൽ നമുക്കൊരു 345 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 345 മാക്സിമം 27 രൂപ ഡിസ്കൗണ്ട് ചെയ്യാൻ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ 27 രൂപക്ക്, കാരണം ഈ വാഹനം അടുത്ത മാസത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ മുൻപത്തെ വില കയറി വരും. ഈ മാസം ഫെബ്രുവരി മാസം വാഹനം സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നത്. പരമാവധി നിങ്ങൾ ഈ ഒരു അവസരം മുതലാക്കുക. ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ഈ വാഹനം ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഹ്യുണ്ടായുടെ ഈ ടൈപ്പ് വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക. വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനം, അത്യാവശ്യം മൈലേജും പവറും ഒക്കെ കിട്ടുന്ന ഒരു വാഹനം 25,000 രൂപ ഡിസ്കൗണ്ടിൽ ഇപ്പം നമ്മുടെ മാമംഗലം പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിൽ സെയിലിന് വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസം മാത്രം ഈ ഒരു വാഹനത്തിന് ഈ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുള്ളൂ. പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം ഈ ഒരു പ്രൈസിൽ, ഇവർ പറയുന്ന ഈ ഒരു പ്രൈസിൽ ഈ വാഹനം, ഈ ഒരു റേഞ്ചിലുള്ള വാഹനം വേറെ എവിടെയും കിട്ടില്ല. സാർ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡലാണ്. സ്വിഫ്റ്റ് VXi ആണ്. VXi പെട്രോൾ എഞ്ചിൻ. സെക്കൻഡ് ഓണർ ആണ്. 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഐസ്ക്രീം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു VXiയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരിക? AC പവർ സ്റ്റിയറിംഗ് വരും, 4 ഡോർ പവർ വിൻഡോ വരും, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കയറിയിട്ടുണ്ട് വണ്ടിയിൽ. എല്ലാ വെഹിക്കിളാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ളതുകൊണ്ട് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയേഴ്സ് ആണ് വാഹനത്തിനുള്ളത്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്ഡേറ്റഡ് ആണ്. എല്ലാം ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ഇതിന് ചോദിച്ചിരുന്ന വില എത്ര മുൻപ്? നമുക്ക് 5,30,000 ആയിരുന്നു വണ്ടിയുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത്. 5,30,000 രൂപ നിങ്ങൾ മുൻപ് ചോദിച്ചിരുന്ന വില. ഇപ്പൊ ഡിസ്കൗണ്ട് ആയിട്ട് ലാസ്റ്റ് നമുക്ക് 5,05,000 രൂപ ചെയ്യാൻ പറ്റും. 5,05,000. 27 രൂപ ഡിസ്കൗണ്ടിലാണ് വാഹനം ഇപ്പോൾ സെയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സ്വിഫ്റ്റ് വാഹനം ഈ ഒരു പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് പോപ്പുലർ വെഹിക്കിൾസിന്റെ മാമംഗലം ഷോറൂം. അപ്പോൾ വരാൻ പറ്റുന്നവർ എന്തായാലും വരെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അത് മാരുതിയുടെ സെലീറിയ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് ZXi ഓപ്ഷനിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഓപ്ഷനിലാണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനിൽ 20,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അവൈലബിൾ. ഈ ZXi ഓപ്ഷനിൽ എന്താണ് ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ നോർമലി ഇത് ഓപ്ഷൻസ് വരുമ്പോൾ 2 എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ്. നോർമലി ZXiയിൽ പഴയ ഈ മോഡൽസിന്റെ സിംഗിൾ എയർ ബാഗ് വരത്തുള്ളൂ. അതിന് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. ഡിഫോഗർ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. സ്പോയിലറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി വരുന്നുണ്ട്. മാരുതിയുടെ 6 മാസം വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. 6 മാസത്തെ വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. പിന്നെ റിട്ടേൺ പോളിസി ഒരു ഓപ്ഷൻ കൂടി ഇതിന് വരുന്നുണ്ട്. റിട്ടേൺ പോളിസി അതായത് നമ്മൾ വാഹനം എടുത്തിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? അത് 3 ദിവസം അല്ലെങ്കിൽ 250 കിലോമീറ്റർ ഇവിടെ ഡെലിവറി എടുത്തതിന് ശേഷം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയോടെ തിരികെ ഏൽപ്പിക്കാം. പേയ്മെന്റ് ഫുൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. പേയ്മെന്റ് ഫുൾ റീഫണ്ട്. അതാണ് വാഹനം അത്രയും വിശ്വാസമായിട്ടാണ് ട്രൂ വാല്യൂ ഷോറൂമുകളിൽ സെയിലിൽ വെച്ചിട്ടുള്ള വാഹനം. പ്രത്യേകിച്ചിട്ട് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിൽ. കാരണം 3 ദിവസത്തെ റിട്ടേൺ പോളിസിയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ റീഫണ്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇതിന് കംപ്ലൈന്റ് ഇല്ലാന്ന് അത്രയും പരിപൂർണ്ണ വിശ്വാസം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,20,000 ചോദിക്കണം. ചെറിയ ഇതിന് മാറ്റം കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ നോർമലി ഇപ്പോൾ ഒരു 60,000 50,000 മാക്സിമം
ലക്ഷം ഡൗൺ പേയ്മെന്റ് എടുത്ത് നമുക്ക് മാക്സിമം ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 50,000 ഡൗൺ പേയ്മെന്റ്. അതെ അതെ. അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2021 മോഡലാണ് വരുന്നത്. 2021 മോഡലാണ് വരുന്നത്. ഏത് വേരിയന്റ്? ഇത് ZXi വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് 56,000 കിലോമീറ്റർ ഓടിയേക്കുന്നതാണ്. 56,000 കിലോമീറ്റർ. ഇത് 1000 സീസൺ 1200. ഇത് 1200 ഈസി വരും. 1200 ആണ്. പെട്രോൾ എഞ്ചിൻ. അതെ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ. ഇത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഫുൾ ഹിസ്റ്ററികളെല്ലാം വരുന്ന വണ്ടിയാണ്. ഈ ZXi എന്തൊക്കെയാണ് ഇപ്പൊ ഫീച്ചേഴ്സ്? ഇപ്പൊ നോർമലി ഇതിനകത്ത് അലോയ്സിംഗെല്ലാം ചെയ്തിട്ടുണ്ട്. അത് അഡീഷൻ ചെയ്തേക്കുന്നതാണ്. അഡീഷണൽ അലോയ്സിംഗെല്ലാം ചെയ്തേക്കുന്നതാണ്. പിന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. പിന്നെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ABS, airbag, എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ? ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പുതിയ ഇൻഷുറൻസ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് കാരണം വരത്തില്ല. ഇത് 1 year വാറന്റി വരുന്നുണ്ട്. മാരുതിയുടെ ഓളിന്റെ വാറന്റി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. 1 വർഷം വാറന്റി, 3 ഫ്രീ സർവീസ്. ഈ പറയുന്ന 2 കാര്യങ്ങളും ഓൾ ഇന്ത്യയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 5,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 5,50,000 ചോദിക്കുന്നത്. 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. 1 വർഷം വാറന്റി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. അടുത്തായിട്ട് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹോണ്ട അമേസ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2018 മോഡലാണ് വരുന്നത്. 2018 ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. വേരിയന്റ് ഏതാണ്? ഇത് SMT S വേരിയന്റ് വരുന്നത്. S ആണ് വേരിയന്റ്. മാനുവൽ ട്രാൻസ്മിഷൻ. പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഈ S വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നോർമലി ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട എല്ലാം. വണ്ടി നീറ്റ് വണ്ടിയാണ്. വാറന്റിയും വരുന്ന വണ്ടിയാണ്. 1 year വാറന്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 വർഷത്തെ വാറന്റി. ഡിസ്കൗണ്ട് സെയിൽ ആണെന്ന് വിചാരിച്ചിട്ട് വാറന്റിയും കാര്യങ്ങളും ഇല്ലാതിരിക്കുന്നില്ല. വാറന്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇവർ കൊടുക്കുന്നത്. ഇതിന് നിങ്ങൾ മുൻപ് ചോദിച്ചിരുന്ന പ്രൈസ് എത്രയാണ്? ആദ്യം നമ്മൾ 6 lakh ചോദിച്ചായിരുന്നു. 6 ലക്ഷം. അതെ അതെ. ഇപ്പൊ നിലവിൽ ഡിസ്കൗണ്ടിന്റെ ഇത് ഭാഗമായിട്ട് നമുക്ക് ഒരു 570 വരെ നമുക്ക് ചെയ്യാം. 5,70,000 രൂപ. 30,000 രൂപ ഡിസ്കൗണ്ടിലാണ് വാഹനം ഇപ്പം നിലവിലുള്ളത്. ഈ മാസം ഈ വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 30,000 രൂപ സേവിംഗ് ആയിട്ട് കിട്ടും. ഇൻഷുറൻസ് കാര്യങ്ങളും എല്ലാം പക്കയാണ്. വേറെ മേജർ ഒന്നുമില്ല. ഡിസ്കൗണ്ടിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു വിചാരിച്ചിട്ട് വേറെ കണ്ടീഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഒട്ടും വിട്ടുവീഴ്ചക്ക് തയ്യാറില്ല. ക്വാളിറ്റി വെഹിക്കിളാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പക്ക പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ പ്രിയോ. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2015 മോഡലാണ് വരുന്നത്. 2015 ഓണർഷിപ്പ്. ഇത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ വെഹിക്കിൾ. പെട്രോൾ വെഹിക്കിൾ അല്ലേ? 40,000 കിലോമീറ്റർ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? നോർമൽ S എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത്. നോർമൽ 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ ഇത് അഡീഷൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ നല്ല സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തേക്കുന്നതാണ്. ടയർ കണ്ടീഷൻ നല്ല പക്ക ടയർ കണ്ടീഷൻ ആണ്. ഏകദേശം ഒരു 90% ഉള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. ഇൻഷുറൻസ് എല്ലാം പുതിയ ഇൻഷുറൻസ് കിടക്കുന്നത്. വേറെ മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് ചോദിക്കുന്നത് 3,65,000 രൂപയാണ് ചോദിക്കുന്നത്. 3,60,000. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ആ ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് ഇപ്പൊ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? നമുക്ക് നോർമലി ഒരു 60,000 ഡൗൺ പേയ്മെന്റ് ബാക്കി നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് സാധാരണക്കാരൻ്റെ ആൾട്ടോ നല്ല രീതിയിൽ അലോയിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നല്ല ലുക്ക് ആയിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2019 മോഡലാണ് വരുന്നത്. 2019 മോഡൽ. വേരിയന്റ്? ഇത് LXi വേരിയന്റ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 50,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 50,000 കിലോമീറ്റർ. കമ്പനി സർവീസും എല്ലാം വരുന്നതാണ്. ഈ ഒരു LXiയിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ്? ഇപ്പൊ നോർമലി ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത് തന്നെ അലോയ്സ് കാണാൻ കുറച്ച് സ്പോർട്ടി ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയിനെ ചെയ്തേക്കും. കോസ്റ്റ്ലി അലോയിലാണ്. പിന്നെ പുതിയ ടയേഴ്സ് ആണ്. ടയേഴ്സും ഇപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്യണം. ലൈഫ് വരുന്ന ടയറാണ്. ലൈഫ് വരുന്ന ടയറാണ്. ഇത് ഇൻഷുറൻസ് എല്ലാം പക്കയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,90,000. 2,90,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് ഒരു 7 സീറ്റർ വാഹനമൊക്കെ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മാരുതിയുടെ എർട്ടിഗ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ സാറേ? ഇത് 2020 മോഡലാണ്. എർട്ടിഗ VXi ആണ്. 1.5 ലിറ്റർ ആണ്. SHVS ആണ്. ഹൈബ്രിഡ് ആ വണ്ടി. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അപ്പൊ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 22,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 22,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിപ്പോ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. പിന്നെ റിയർ AC വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ ബാഗ്സ്, ABS
എല്ലാ ഓഫേഴ്സ് നല്ല എല്ലാം ഉണ്ടല്ലേ. പിന്നെ നല്ല ലെതറിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലുക്ക് ആണ് അല്ലേ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 60-70% ടയേഴ്സ് 4 ടയേഴ്സ് ഉണ്ട്. 4 ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ വരെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന വില എത്ര? നമുക്കിപ്പോ 9:30 ലാസ്റ്റ് ചെയ്യാൻ പറ്റും. 9:30. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇതിന് ചെയ്യാനുള്ള ഓപ്ഷൻ. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. പിന്നെ ഇതിന് ലോൺ എത്ര വീഴും? ലോൺ 85 to 90% വരെ വീഴും. 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇവര് വാറണ്ടിയും ഫ്രീ സർവീസ് ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. കാരണം എത്ര ചെക്ക് പോയിന്റ് പാസ്സാണ്? 376 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. 376 ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ്സായതിനു ശേഷമാണ് ഈ പറയുന്ന വാറണ്ടിയും സർവീസും കമ്പനി കൊടുക്കുന്നത്. അതിനേക്കാൾ വലിയ നോട്ടം ഒരു മെക്കാനിക്കിനോട് നോക്കാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസമായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരും.